ആരൊക്കെ വന്നാലും പോയാലും തന്റെ തട്ട് താണു തന്നെ ഇരിക്കുമെന്ന പ്രഖ്യാപനമാണ് അഭിഷേക് ശർമ്മ ഇന്നലെ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ നടത്തിയത്. ലോകകപ്പിലെയും IPLിലെയും സ്റ്റാർട്ടിംഗ് മത്സരങ്ങളിലെ ഫോം ഔട്ട് കണ്ട് താരം വെറും ഒരു സ്ലോഗറാണെന്ന് പറഞ്ഞവർക്കുള്ള മറുപടി കൂടിയാണിത്. ഇന്നത്തെ 134 നോട്ട് ഔട്ട് കൂടിയായതോടെ IPLിലെ ഒരു ഇന്ത്യക്കാരന്റെ ഏറ്റവും ഉയർന്ന 2 വ്യക്തിഗത സ്കോറും അഭിഷേകിന്റെ പേരിലായിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം പഞ്ചാബിനെതിരെ നേടിയ 141 ആണ് ഇതിനു മുമ്പത്തേത്. IPLിലെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയവരുടെ പട്ടികയിലെ ആദ്യ 5-ൽ 2 തവണ അഭിഷേകാണ്. ക്രിസ് ഗെയിൽ, ബ്രണ്ടൻ മക്കല്ലം, ഡി കോക്ക് എന്നിവരാണ് ആ ലിസ്റ്റിലുള്ള മറ്റുപേർ. T20യിലെ ഇന്ത്യക്കാരുടെ സെഞ്ചുറി നേട്ടത്തിൽ 184 ഇന്നിംഗ്സുകളിൽ നിന്ന് 9 സെഞ്ചുറിയുമായി ഒന്നാമതാകാനും അഭിഷേകിന് കഴിഞ്ഞു. 400ഓളം ഇന്നിംഗ്സുകളിൽ നിന്ന് 8ഉം 7ഉം ഒക്കെ സെഞ്ചുറി നേടിയിട്ടുള്ള വിരാട് കോഹ്ലിയെയും രോഹിത് ശർമ്മയെയുമാണ് അതിന്റെ പകുതി ഇന്നിംഗ്സുകളിൽ നിന്ന് അഭിഷേക് മറികടന്നത്. 68 പന്തിൽ 10 വീതം സിക്സറും ഫോറുകളും അടക്കം 135 റൺസാണ് അഭിഷേക് നേടിയത്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും അർദ്ധ സെഞ്ചുറി നേടിയിരുന്ന താരം ഇതോടെ 7 മത്സരങ്ങളിൽ നിന്ന് 323 റൺസോടെ ഓറഞ്ച് ക്യാപ്പും തലയിലാക്കി. 53 ബാറ്റിംഗ് ആവറേജിലും 215 എന്ന അത്ഭുതപ്പെടുത്തുന്ന സ്ട്രൈക്ക് റേറ്റിലുമാണ് താരത്തിന്റെ ഈ സീസണിലെ ബാറ്റിംഗ്. തൊട്ടുപിന്നാലെ ഓറഞ്ച് ക്യാപ്പ് ലിസ്റ്റിലുള്ളത് SRHന്റെ തന്നെ ഹെൻറിച്ച് ക്ലാസനാണ്. അഭിഷേകിനൊപ്പം ഡൽഹിക്കെതിരെ കാമിയോ കളിച്ച താരം 13 പന്തിൽ 3 സിക്സറും ഫോറുകളും അടക്കം 37 റൺസ് നേടിയിരുന്നു. 7 മത്സരങ്ങളിൽ നിന്ന് 320 റൺസാണ് താരം ഈ സീസണിൽ നേടിയിട്ടുള്ളത്. ഇരുവരുടെയും മികവിലാണ് ഡൽഹിക്കെതിരെ ഹൈദരാബാദ് 20 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 242 റൺസ് നേടുന്നത്. ട്രാവിസ് ഹെഡ് 37 റൺസും ക്യാപ്റ്റൻ ഇഷാൻ കിഷൻ 25 റൺസും നേടി. മറുപടി ബാറ്റിംഗിൽ മികച്ച തുടക്കം ഡൽഹിക്ക് കിട്ടിയെങ്കിലും ഇഷാൻ മല്ലിംഗയുടെ മിന്നും പ്രകടനം കളി ഹൈദരാബാദിന്റെ കയ്യിലേക്ക് തിരികെ എത്തിക്കുകയായിരുന്നു. ഹൈസ്കോർ മാച്ചിൽ 32 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 4 വിക്കറ്റാണ് ഇഷാൻ നേടിയത്. 8 റൺസിന് പാത്തും നിസംഗം അടങ്ങിയെങ്കിലും KL രാഹുൽ, നിതീഷ് റാണ കൂട്ടുകെട്ട് ഡൽഹിക്ക് തുടക്കത്തിൽ വലിയ പ്രതീക്ഷയാണ് നൽകിയിരുന്നത്. എന്നാൽ സ്കോർ 107-ലിരിക്കെ ആദ്യം സാക്കിബ് ഹുസൈൻ KL രാഹുലിനെയും പിന്നീട് ഇഷാൻ, നിതീഷ് റാണ, അപകടകാരിയായ ഡേവിഡ് മില്ലർ എന്നിവരെയും അതേ 107 സ്കോറിൽ തന്നെ വീഴ്ത്തിയപ്പോൾ ഡൽഹി തോൽവി മണത്തു. രാഹുൽ 37 റൺസും നിതീഷ് 57 റൺസുമാണ് നേടിയത്. ശേഷം 41 റൺസുമായി സമീർ റിസ്വിയും 27 റൺസുമായി ട്രിസ്റ്റൻ സ്റ്റോബ്സും പിടിച്ചു നിന്നെങ്കിലും വിജയം ദൂരെയായിരുന്നു. അതിനിടയിൽ ഹർഷ് ദ്യൂബയും 2 ഓവർ എറിഞ്ഞ് 3 വിക്കറ്റും കൈക്കലാക്കി മടങ്ങി. ഡൽഹിയുടെ ചെറുത്തുനിൽപ്പ് 9 വിക്കറ്റ് നഷ്ടത്തിൽ 195-ൽ ഒതുങ്ങിയപ്പോൾ സ്വന്തം തട്ടകത്തിൽ 47 റൺസിന്റെ മിന്നും ജയമാണ് ഹൈദരാബാദ് നേടിയത്. ജയത്തോടെ പോയിന്റ് ടേബിളിൽ 3ാമതെത്താനും SRHന് സാധിച്ചു. 7 മത്സരങ്ങളിൽ നിന്ന് 8 പോയിന്റാണ് SRHനുള്ളത്. 6 മത്സരങ്ങളിൽ നിന്ന് 6 പോയിന്റുള്ള ഡൽഹി 6ാം സ്ഥാനത്ത് തുടരും.